ശ്രീ രാജു കടകരപ്പള്ളി സാറ്, ശ്രീ ജിജു വൈക്കത്തശ്ശേരി, ശ്രീ ആർ വിഷ്ണുരാജ്, ശ്രീ സിബി MC, ശ്രീ വിഷ്ണു കെ ശൈലജൻ അവതരണത്തിന് മുതിരുന്നതേയില്ല. രാജു സാർ അധ്യക്ഷ പ്രസംഗത്തിൽ ചെറിയ വാക്കുകളിലാണെങ്കിലും പറഞ്ഞു. നമ്മുടെ ഭരണഘടന 3 തൂണുകളെക്കുറിച്ചാണ് പറയുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള 3 തൂണുകൾ. അതൊന്ന് നമ്മുടെ നിയമനിർമ്മാണ സഭയാണ്. നിയമനിർമ്മാണ സഭ നിയമം നിർമ്മിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനാധിപത്യം എങ്ങനെയാണ് ഒരു നാട്ടിൽ പ്രാവർത്തികമാകുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, ജനങ്ങൾക്ക് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിനെയാണ് ഒന്നാമത്തെ തൂണായിട്ട് ഭരണഘടന കണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ തൂണ് ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനാണ് എക്സിക്യൂട്ടീവ് ഉണ്ടാകുന്നത്, ഭരണം എന്നത്. ഇത് രണ്ടിടത്തു നിന്നും ഒരു പൗരന് നീതിയും ന്യായവും കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അതും ഭരണഘടന കണ്ടിട്ടുണ്ട്. അതാണ് കോടതികൾ എന്നുള്ളത്. ഈ 3 തൂണുകളെയാണ് ഭരണഘടന ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായി കണക്കാക്കിയിരിക്കുന്നത്. ഈ 3 തൂണുകളിലാണ് ജനാധിപത്യം ഒരു നാട്ടിൽ നിലനിൽക്കുന്നത്. ജനാധിപത്യം കേവലമായ വോട്ടെടുപ്പ് മാത്രം അല്ല. അതിന് ഈ 3 തൂണുകൾ അത്യന്താപേക്ഷിതമായിട്ട് വരുന്നു. ഒരു ജനാധിപത്യ ഭരണകൂടങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ ഈ 3 തൂണുകൾ കൊണ്ട് മാത്രം പറ്റുകയില്ലായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഏറ്റവും പ്രമുഖമായ ഒരു പില്ലർ, ഒരു തൂൺ അത്യന്താപേക്ഷിതമാണ് എന്നും കണ്ടു. അവിടെയാണ് 4th എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ സ്ഥാനം നിൽക്കുന്നത്. 4ാമത്തെ തൂണ് ഭരണഘടനയിൽ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ എന്നാൽ ഒരു 4ാമത്തെ തൂണായി, 4th പില്ലറായി, 4th എസ്റ്റേറ്റ് എന്ന വിളിപ്പേരോടുകൂടി